ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. ഇവിടെ ഈശോ കുപിതനായിട്ട് ജെറുസലേം ദേവാലയത്തിൻ്റെ ചുറ്റും കച്ചവടം നടത്തിയിരുന്ന കച്ചവടക്കാരെ ഈശോ കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി അവരെ എല്ലാവരെയും അടിച്ചോടിക്കുന്ന ഒരു ഭാഗമാണ്. തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഈശോ അവരെ ഓടിച്ചു? കൊണ്ട് ഈശോ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് കുപിതനായി? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആൻസർ നമുക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ചരിത്രം എന്താണ് എന്നറിയണം. ആ ചരിത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു ചെല്ലുക. 40 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു കെട്ടിട സമുച്ചയമായിരുന്നു ഈ ജെറുസലേം ദേവാലയം എന്ന് പറയുന്ന ഈ സ്ഥലം. പല തട്ടുകളായിട്ടാണ് ഈ ജെറുസലേം ദേവാലയം തിരിച്ചിരുന്നത്. ഈ ജെറുസലേം ദേവാലയത്തിന് ചുറ്റും വലിയ മതിലുകളാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 9 വലിയ വാതിലുകളാണ് ഈ മതിലിൻ്റെ സൈഡിലായിട്ട് ഉണ്ടായിരുന്നത്. വാതിലിലൂടെ നമ്മൾ അകത്ത് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെന്നെത്തുന്നത് ചുറ്റമ്പലത്തിലാണ്. അതായത് ഒരു സ്ക്വയർ ടൈപ്പിലാണ് ഈ ജെറുസലേം ദേവാലയം സ്ഥിതി ചെയ്യുക. അപ്പോൾ ഇതിന് ചുറ്റുമുള്ള ഈ 9 വാതിലൂടെ നമ്മൾ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ ഈ ചുറ്റമ്പലത്തിൻ്റെ, അതായത് ജെറുസലേം ദേവാലയം സെൻ്ററാണ് ഇരിക്കുക, അതിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ ചുറ്റുമാണ് നമ്മൾ എത്തിച്ചേരുക. ഈ ചുറ്റമ്പലത്തിൽ ആർക്ക് വേണമെങ്കിലും വരാം. ജാതി മത ഭേദമെന്ന് എല്ലാവർക്കും ഈ ജെറുസലേം ദേവാലയത്തിലെ ഈ ചുറ്റമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുപാട് അവസരങ്ങളുണ്ട്. ഈ ചുറ്റമ്പലത്തിൽ നിന്നും 15 പടി മുകളിലോട്ട് കയറിയാൽ അവിടെ 2-ാമത്തെ തട്ടാണ്. ഈ 2-ാമത്തെ തട്ട് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമുള്ള തട്ടാണ്. അതായത് യഹൂദരായിട്ടുള്ളവർക്ക് മാത്രമേ ഈ 2-ാമത്തെ തട്ടിൽ പ്രവേശനമുള്ളൂ. അവിടെ നിന്നും ഒരു 15 പടി മുകളിലോട്ട് കയറിയാൽ അവിടെ യഹൂദ പുരുഷന്മാർക്ക് മാത്രമേ പ്രവേശനമുള്ള അടുത്ത 3-ാമത്തെ തട്ടിൽ നമ്മൾ ചെന്ന് ചേരും. അവിടെ നിന്നും 12 പടവുകൾ മുകളിലോട്ട് കയറിയാൽ പുരോഹിതന്മാർക്കുള്ള സ്ഥലമാണ്. അവിടെയാണ് ദഹനബലിയുടെ ബലിപീഠം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ പിന്നിലാണ്, ഈ ബലിപീഠത്തിൻ്റെ പിന്നിലാണ് യഥാർത്ഥ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ആ ദേവാലയം തന്നെ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. 20 മീറ്റർ നീളവും 10 മീറ്റർ വീതിയും 20 മീറ്റർ ഉയരവുമുള്ള ആ കെട്ടിടത്തെ വിശുദ്ധ സ്ഥലം എന്നാണ് അറിയപ്പെടുക. ഇവിടെയാണ് ഇടത് ഭാഗത്ത് ദീപപീഠവും വലത് ഭാഗത്ത് കാഴ്ച അർപ്പണത്തിൻ്റെ പീഠവും ഉള്ളത്. നടുവിലാണ് സുഗന്ധ ബലിപീഠമുള്ളത്. ഈ നടുവിലെ പീഠത്തിലാണ്, അല്ലെങ്കിൽ ബലിപീഠത്തിലാണ് സക്രിയ പുരോഹിതൻ ബലിയർപ്പിക്കാനായിട്ട് വന്നു എന്ന് സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ഈ സെൻട്രലിലുള്ള ഈ സുഗന്ധ ബലിപീഠത്തിലാണ് വന്നത്. ഈ വിശുദ്ധ സ്ഥലത്തിൻ്റെ പിന്നിലാണ് 10 മീറ്റർ നീളവും 10 മീറ്റർ വീതിയും 10 മീറ്റർ ഉയരവുമുള്ള അതിവിശുദ്ധ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും 2ആയിട്ട് ഭാഗിച്ചിരിക്കുകയാണ്. അത് ഒരു കനത്ത അല്ലെങ്കിൽ കനം കൂടിയ ഒരു തിരശ്ശീല കൊണ്ടാണ് ഈ അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും മുറിച്ചിരിക്കുക. ഈശോയുടെ മരണസമയത്ത് തിരശ്ശീല 2ആയി കീറി എന്ന് പറയുന്നത് ഈ 2 സ്ഥലവും മുറിച്ചിരിക്കുന്ന ഈ കട്ടി കൂടിയ ഈ തിരശ്ശീലയാണ് മുറിഞ്ഞ് പോയത്. ഈ സുവിശേഷ ഭാഗത്ത് ഈശോ ചമ്മട്ടി കൊണ്ട് ഈ അവിടെയുള്ള കച്ചവടക്കാരെ എല്ലാം പുറത്താക്കി എന്ന് പറയുന്നുണ്ട്. അതായത് ജെറുസലേം ദേവാലയത്തിൽ തിരുനാളിന് കടന്നു വരുന്ന ജനങ്ങൾ തീർച്ചയായിട്ടും ഏതെങ്കിലും മൃഗത്തെ ബലിയർപ്പിക്കുവാനായിട്ട് കൊണ്ടുവരണം. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മൃഗങ്ങൾ ഒരു സംഘം ആ ജെറുസലേം ദേവാലയത്തിന് വെളിയിലിരുന്ന് പരിശോധിച്ച് ഈ മൃഗം ബലിയർപ്പിക്കാനായിട്ട് കുഴപ്പമില്ല എന്ന് അവർ ഉറപ്പുവരുത്തിയാൽ മാത്രമേ ദേവാലയത്തിന് ഉള്ളിൽ കയറി ബലിയർപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നാണയ മാറ്റം നടക്കുന്നതും. കാരണം എല്ലാവരും ഉപയോഗിക്കുന്ന പല പല നാണയങ്ങളായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ജെറുസലേം ദേവാലയത്തിന്റെ ഭണ്ഡാരത്തിൽ നാണയം നിക്ഷേപിക്കണമെങ്കിൽ
അവിടുത്തെ നാണയം മാത്രമേ നിക്ഷേപിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ കാലത്തുള്ള മണി ചേഞ്ചേഴ്സ് എന്ന് പറയുന്ന ആ സെയിം സിസ്റ്റം പണ്ടത്തെ കാലത്തും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ റുപ്പി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും യൂറോയാണ് അതിൻ്റെ അകത്ത് ആ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി വില കൊടുത്തിട്ട് വേണം ആ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുവാനുള്ള ആ നാണയം നമുക്ക് കിട്ടാനായിട്ട്. അതിനു വേണ്ടിയാണ് ഈ നാണയ മാറ്റക്കാരും ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ അവിടെയുള്ളത്. ഈ മൃഗങ്ങളെ വിൽക്കുന്നതും അതുപോലെ നാണയം മാറ്റും തീർച്ചും മറ്റുള്ളവരെ ഒരുപാട് രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കച്ചവടങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഈശോ ഈ നാണയമാറ്റക്കാരെയും മൃഗങ്ങളെ വിൽക്കാനായിരുന്നവരെയും എല്ലാവരെയും അവിടെ നിന്ന് അടിച്ചു ഓടിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദേവാലയം ഒരിക്കലും കച്ചവട സ്ഥലമാക്കാനുള്ളതല്ല. പ്രാർത്ഥിക്കേണ്ട സ്ഥലം അത് പ്രാർത്ഥനയ്ക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുക. ദേവാലയം എന്ന വാക്ക് തന്നെ പറഞ്ഞു വെക്കുക എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ആലയം എന്ന് പറയും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആലയം എപ്പോഴും പരിശുദ്ധമായിട്ട് കാത്ത് സംരക്ഷിക്കുവാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ദേവാലയത്തെ പരിശുദ്ധമായിട്ട് വിശുദ്ധിയോടെ കാത്ത് സംരക്ഷിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.